പൊതുവെ വടക്കൻ കേരളത്തിലെ ഓട്ടോ ഡ്രൈവർമാരെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്താ പറഞ്ഞേ? സമ്മതിച്ചു. ഓ പിന്നെ സമ്മതിച്ചു. എന്നാൽ അതിനൊക്കെ തന്നെ അപവാദമാവുന്ന ചിലരെ കുറിച്ച് കണ്ണൂർ നഗരത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് നിരവധി തവണ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. ആദ്യത്തെ യാത്ര കണ്ണൂർ പുതിയ സ്റ്റാൻഡിൽ നിന്നും പയ്യാമ്പലം ബീച്ചിലേക്ക്. നമ്മളോട് കളിച്ചാ അവൻ കളി പഠിക്കും. സമ്മതിച്ചു. അപ്പടി சொன்னா പത്താത് കയ്യാലെ അടിച്ച് സത്യം പോർണോ കയ്യാൽ. മറ്റൊരു ഓട്ടോയിൽ കയറി പയ്യാമ്പലത്തേക്ക് യാത്ര തുടങ്ങി. ആദ്യത്തെയാൾ ഓട്ടോ കൂലി ചാടിക്കയറി പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ രീതി ഗ്യാസ് എടുത്തോണ്ടല്ലോ കളിക്കല്ലേ. ഓട്ടോ ചാർജിലെ വ്യതിയാനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായി ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ വിളിച്ചു. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗൺ ഒഴികെയുള്ള ഒരു സ്ഥലത്തും മീറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് ഓടുന്നില്ല. പിന്നെ പ്രശ്നമില്ല. യു ക്യാൻ പ്രൊസീഡ്. ഓക്കേ. അല്ല അതല്ല, വായി കൊണ്ട് വർത്താനം പറയാൻ എത്ര പൈസയാണ് ആവും? നിങ്ങൾ മീറ്റർ ഇടണമെന്ന് പറഞ്ഞാൽ പണി നോക്കുന്ന അറിയാം അവിടെയുള്ള ഡ്രൈവർമാർ. എല്ലാവരും കുറ്റക്കാരാണെന്നല്ല, ഈ തൊഴിൽ മേഖലയിലെ ചില കള്ളനാണയങ്ങളെ തുറന്നു കാണിച്ചെന്നേയുള്ളൂ. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കും കേട്ടോ. ഏകീകരിച്ച ഓട്ടോ കൂലി എത്രയാണെന്ന് അറിയാനുള്ള അവകാശം എല്ലാ സാധാരണക്കാർക്കുമുണ്ട്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അത് കൃത്യമായി സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നത് അധികൃതരും ഉറപ്പാക്കണം. ഞാനൊരു ജോക്ക് കാച്ചിയതല്ലേ ചേട്ടാ. നീ പണ്ടൊക്കെ പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് ഷാജു ചന്തപുരയ്ക്കും റാഫിക്കുമൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്. വെറുതെ വേണ്ട, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.